കഴിഞ്ഞ ദിവസമാണ് അഖിൽ മാരാർ 2020-യിൽ ചേർന്നത്. പൂർണ്ണമായും BJP-യുമായി യോജിക്കാൻ കഴിയാത്തതിലാണ് താൻ നേരിട്ട് BJP-യിലേക്ക് പോകാത്തതെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു. NDAയുടെ ഭാഗമായി കൊട്ടാരക്കരയിൽ മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ് അഖിൽ. സീറ്റ് ചർച്ചകൾ നടക്കുന്നു. അതിനിടയിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഭാര്യ നൽകിയ മറുപടി ആനീസ് കിച്ചൺ അതിഥിയായി എത്തിയപ്പോൾ അഖിൽ മാരാർ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഭാര്യ ലക്ഷ്മിയും അഖിലിനൊപ്പം ഉണ്ടായിരുന്നു. സംവിധായകനിൽ നിന്നും വീട്ടുകാരിൽ നിന്നുള്ള കാരണവും അഖിൽ വെളിപ്പെടുത്തി. സിനിമയിലുള്ള ഇപ്പോഴത്തെ പോക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതൊരു സേഫ് സോൺ അല്ലല്ലോ. സിനിമയ്ക്കുള്ളിൽ നിന്നുള്ള സെലിബ്രിറ്റി നമുക്ക് അത്ര സേഫ് അല്ല. പിന്നെ വേറെ വർക്കുകളിലും പ്രോഗ്രാമുകളിലും വരുന്നുണ്ട്. അതിൽ നിന്ന് വരുമാനവുമുണ്ട്. സാമ്പത്തികമായി വളരെ മോശം അവസ്ഥയിൽ നിൽക്കുകയാണ് ഞാൻ. ബിഗ് ബോസിൽ പോകുന്നത്. ഭാര്യയും മക്കളും എപ്പോഴും സേഫ് ആയിരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സംവിധാനം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നല്ലൊരു കഥയുണ്ടായാൽ മതി. ആർട്ടിസ്റ്റുകൾ അഭിനയിക്കാൻ സമ്മതം ആർക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഞാൻ സംവിധാനം ചെയ്യാത്തത് പ്രോഗ്രാമുകളും മറ്റുമായി തിരക്കിലായതുകൊണ്ടാണ്. തിയേറ്ററിൽ ഹിറ്റാകാൻ പാകത്തിന് ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത്തരത്തിലൊന്ന് വന്നിട്ടുമുണ്ട്. ചിലപ്പോൾ അതുമായി മുന്നോട്ട് പോയേക്കാം. രാഷ്ട്രീയം എപ്പോഴും എനിക്കുണ്ട്. ഞാൻ ഇത് പറഞ്ഞാൽ ആളുകൾ എന്നെ കളിയാക്കും. പല മേഖലയിൽ ദൈവം ആർക്കും കഴിവ് കൊടുക്കരുത്. അതാണ് എനിക്ക് പറ്റിയ കുഴപ്പം. എവിടെ പോയാലും ഞാൻ അവിടെ പിടിച്ചു നിൽക്കും. അതിനുള്ള എല്ലാ പരിപാടിയും എനിക്കറിയാം. പിന്നെ ചെല്ലുന്നിടത്തെല്ലാം ബെസ്റ്റ് ആവുക എന്നത് സാധ്യമായിട്ടില്ല. അത് സാധിച്ചത് ബിഗ് ബോസിൽ മാത്രമാണ്. അവിടെ സംസാരം, കല, കായികം എല്ലാം ഉപയോഗിക്കാം. രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ എനിക്കിഷ്ടമാണ്. കൂടുതൽ കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്യാൻ പറ്റും. രാഷ്ട്രീയം അഖിലിന് വഴങ്ങുമെന്നും ജഗദീഷ് ചേട്ടൻ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. ലക്ഷ്മിക്ക് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ഇഷ്ടമാണ്. അവളാണ് എന്നെ തള്ളിവിടുന്നത്. അവൾ കാണുന്ന കാലത്ത് ഞാൻ കതറിട്ട് നടക്കണം എന്ന സമയമായിരുന്നു. മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അടിക്ക് എനിക്ക് തലയ്ക്കടി കിട്ടിയിട്ടുമുണ്ടായിരുന്നു. അന്ന് ചോരയിൽ കുളിച്ച് വരുന്ന എന്നെ കണ്ട് അമ്മയും മോളും കൈയടിച്ചിരുന്നു. എന്തെന്നെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഏഷ്യാനെറ്റിലെ വലിയൊരു പ്രോഗ്രാമാണ് പോയപ്പോൾ അവിടെ പല കാര്യങ്ങളും എനിക്ക് വർക്കാവാതെ വരികയായിരുന്നു. ദയവ് ചെയ്ത് ചാടിക്കളിക്കലെ കുട്ടിരാമ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വിളിക്കരുത്. ഞാൻ ചാടിക്കളിക്കില്ല. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിടന്നു കളിക്കുന്ന കൂട്ടുകാരനൊന്നുമല്ല എന്നും അഖിൽ മാരാർ തുറന്നു പറഞ്ഞു. നിലപാടുകളും തെറ്റുകളും പറയുകയും ചൂണ്ടിക്കാണിക്കുകയും ഞാൻ പഠിക്കാറില്ലെന്നും അഖിൽ മാരാർ പറയുകയാണ്. എന്നിരുന്നാലും അഖിൽ മാരാരുടെ ഈ ഒരു NDA പ്രവേശനം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയുണ്ടാക്കിയിട്ടുണ്ട്. കാരണം NDAയിലേക്ക് പോയ അഖിൽ മാരാർക്ക് ഒരുപാട് വിമർശനവും വരുന്നുണ്ട്. മോഹൻലാൽ ഇതിനെല്ലാം തന്നെ എന്താണ് പ്രതികരണം എന്നും പ്രേക്ഷകർ നോക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അഖിൽ മാരാർ NDAയിലേക്ക് പോയ കാര്യത്തെ പറ്റി എന്താണ് അഭിപ്രായം എന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.